നമസ്കാരം കൂട്ടുകാരെ, നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈൽ കോട്ടയം ബീഫ് ഫ്രൈ ഒന്ന് ഉണ്ടാക്കിയാലോ. 4 കിലോ നല്ല പോത്തിറച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കിയ പോത്തിറച്ചിയുടെ മുകളിലോട്ട് കറിവേപ്പില, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ സാധാ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, പിന്നെ പെരിഞ്ചീരകം പൊടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു അരമണിക്കൂറിന് ശേഷം ഒരു കുക്കറിലോട്ടിട്ട് 3-4 വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് ഊറ്റിയെടുക്കണേ. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ 150 ഗ്രാം വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും, 100 ഗ്രാം പച്ചമുളകും, പിന്നെ കുറച്ച് കറിവേപ്പിലയിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് നന്നായി വഴന്നു വരുമ്പോൾ ഇതിലോട്ടൊരു 400 ഗ്രാം സവോള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് വഴന്നു വരുമ്പോൾ ഇതിലോട്ടൊരു 100 ഗ്രാം മീറ്റ് മസാല ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച ബീഫിന്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ഇത് കുറുകി വരുമ്പോൾ നമ്മുടെ ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി പറ്റിച്ച് വെക്കുക കേട്ടോ. പറ്റിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. പിറ്റേ ദിവസം ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/2 കിലോ ചെറിയുള്ളി നന്നായിട്ട് അരിഞ്ഞു കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. തലേ ദിവസം നന്നായി പറ്റിച്ചു വെച്ച ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ സവോള ഒഴിവാക്കാൻ കേട്ടോ. പകരം ചെറിയുള്ളി തന്നെ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ചൂടോടെ ആസ്വദിച്ച് കഴിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു സോ മച്ച്.